നമസ്കാരം. മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗനിർണയത്തെയും അതിന്റെ ഭാഗമായുള്ള ടെസ്റ്റുകളെയും കുറിച്ച് മനസ്സിലാക്കാൻ സ്വാഗതം. ഒരുപാട് സംശയങ്ങളും ആശങ്കകളുമായിട്ടായിരിക്കും നിങ്ങൾ ഒരുപക്ഷേ ഇതിനെ സമീപിക്കുന്നത്. വിഷമിക്കേണ്ട, ഈ രോഗനിർണയഘട്ടത്തിലെ ഓരോ കാര്യവും ലളിതമായി മനസ്സിലാക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോഴേക്കും ടെസ്റ്റുകളുടെ ഒരു നീണ്ട ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും, അല്ലേ? അത് കാണുമ്പോൾ ഒരു പേടിയും ആശങ്കയുമൊക്കെ തോന്നുന്നത് വളരെ സ്വാഭാവികമാണ്. പക്ഷേ ഓർക്കുക, ഓരോ ടെസ്റ്റിനും അതിൻ്റേതായ ഒരു കാരണമുണ്ട്. നിങ്ങളുടെ ആ ആശങ്കകൾക്ക് ഒരു വ്യക്തത നൽകാനും ഈ പ്രക്രിയയെപ്പറ്റി എളുപ്പത്തിൽ മനസ്സിലാക്കി തരാനുമാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ടെസ്റ്റുകളെയെല്ലാം ഒരു തടസ്സമായി കാണുന്നതിനു പകരം ഒരു ഡയഗ്നോസ്റ്റിക് ടൂൾ കിറ്റായിട്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഓരോ ടൂളിനും ഓരോ പ്രത്യേക പണിയുണ്ട്. ഈ ടൂൾസെല്ലാം ഉപയോഗിച്ചാണ് ഡോക്ടർമാർക്ക് നിങ്ങളുടെ അവസ്ഥയെപ്പറ്റി ഒരു പൂർണ്ണമായ ചിത്രം കിട്ടുന്നതും ഏറ്റവും നല്ല ചികിത്സ തീരുമാനിക്കുന്നതും. അപ്പോൾ ഈ ടൂൾ കിറ്റിലെ ഏറ്റവും ആദ്യം ഉപയോഗിക്കുന്നതും ഏറ്റവും സാധാരണയായിട്ടുള്ളതുമായ ചില ടൂൾസാണ് ബ്ലഡ്, യൂറിൻ ടെസ്റ്റുകൾ. ഇതിൽ നിന്നാണ് രോഗത്തെക്കുറിച്ചുള്ള ആദ്യത്തെ നിർണായകമായ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ടെസ്റ്റുകളാണ് വരുന്നത്. ഫുൾ ബ്ലഡ് കൗണ്ട്, നമ്മുടെ അവയവങ്ങളുടെ പ്രവർത്തനം നോക്കുന്ന കെമിസ്ട്രി ടെസ്റ്റുകൾ, എംബാൻഡ്, ഇമ്മ്യൂണോഫിക്സേഷൻ, പിന്നെ സെറം ഫ്രീ ലൈറ്റ് ചെയിൻസ്, യൂറിനാലിസിസ്, അങ്ങനെ കുറച്ചെണ്ണം. ഇതിൽ ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ചിലത് എന്തൊക്കെയാണെന്ന് കുറച്ചുകൂടി അടുത്ത് നോക്കാം. ആദ്യം തന്നെ ഫുൾ ബ്ലഡ് കൗണ്ട്. ഇത് സാധാരണയായി CBC എന്നും പറയും. മൈലോമയുടെ ഒരു പ്രധാന ലക്ഷണമായ അനീമിയ, അതായത് വിളർച്ച, ഉണ്ടോയെന്ന് നോക്കാനാണിത്. നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ കൊണ്ടുപോകുന്ന ചുവന്ന രക്താണുക്കൾ കുറവാണോ എന്ന് ഈ ടെസ്റ്റിലൂടെ അറിയാൻ പറ്റും. അതുമാത്രമല്ല, നമ്മുടെ പ്രതിരോധശേഷിക്ക് വേണ്ട വെള്ള രക്താണുക്കളും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകളും ശരിയായ അളവിൽ ഉണ്ടോ എന്നും ഇതിൽ നോക്കും. അടുത്തത് എംബാൻഡ് അല്ലെങ്കിൽ സ്പൈക്ക് എന്ന് പറയും. ഈ പേരൊന്നും കേട്ട് പേടിക്കേണ്ട, സംഭവം വളരെ ലളിതമാണ്. മൈലോമ കോശങ്ങൾ ഒരു പ്രത്യേകതരം പ്രോട്ടീൻ അമിതമായി ഉണ്ടാക്കും. ആ പ്രോട്ടീനിന്റെ അളവ് നോക്കുന്ന ടെസ്റ്റാണിത്. ഈ അളവ് രോഗമുണ്ടോ ഇല്ലയോ എന്നതിൻ്റെ ഒരു പ്രധാന സൂചനയാണ്. ഇനി ചില തരം മൈലോമകൾ അത്ര പെട്ടെന്നൊന്നും പിടിതരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ എംബാൻഡ് ടെസ്റ്റിൽ കാണുന്ന അത്രയും പ്രോട്ടീൻ അവ ഉണ്ടാക്കില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ SFLC ടെസ്റ്റ് നിർണായകമാകുന്നത്. ഇത് വളരെ സെൻസിറ്റീവായ ഒരു ടെസ്റ്റാണ്. പ്രോട്ടീനിന്റെ വളരെ ചെറിയ അംശങ്ങൾ പോലും ഇതിന് കണ്ടുപിടിക്കാൻ സാധിക്കും. ശരി, അപ്പോൾ അടുത്തതായി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു പരിശോധനയെക്കുറിച്ചാണ്. ബോൺ മാരോ ബയോപ്സി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു ചെറിയ പേടി തോന്നാം. പക്ഷേ ഇത് എന്തിനാണ് ചെയ്യുന്നതെന്നും ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നും നമുക്ക് മനസ്സിലാക്കാം. സാധാരണയായി ബോൺ മാരോ ടെസ്റ്റിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ആസ്പിറേഷൻ, പിന്നെ ബയോപ്സി. ആസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്ഥിക്കുള്ളിലെ മജ്ജയില്ലേ, അതിലെ ദ്രാവക രൂപത്തിലുള്ള ഭാഗം ഒരു സൂചി വെച്ച് കുറച്ചെടുക്കുന്നതാണ്. ബയോപ്സി എന്ന് പറഞ്ഞാൽ ആ മജ്ജയോടുകൂടിയ എല്ലിന്റെ ഒരു ചെറിയ കഷ്ണം തന്നെ സാമ്പിളായി എടുക്കും. ഒരു കംപ്ലീറ്റ് പിക്ചർ കിട്ടാൻ വേണ്ടി ഡോക്ടർമാർ സാധാരണയായി ഇത് രണ്ടും ഒരുമിച്ചാണ് ചെയ്യാറ്. അപ്പോൾ എന്തിനാണ് ഈ ബയോപ്സി ഇത്ര നിർബന്ധമായി ചെയ്യുന്നത്? ഒന്നാമതായി, ഇത് രോഗമുണ്ടോയെന്ന് ഉറപ്പിക്കാൻ സഹായിക്കും. അതിലുപരി നമ്മുടെ മജ്ജയിൽ എത്ര ശതമാനം മൈലോമ സെല്ലുകളുണ്ട് എന്ന് കൃത്യമായി അറിയാനും സാധിക്കും. അതിനേക്കാളൊക്കെ പ്രധാനമായി, ജനിതക പരിശോധനകൾക്ക് വേണ്ടിയുള്ള സെല്ലുകൾ കിട്ടുന്നത് ഈ ബയോപ്സിയിൽ നിന്നാണ്. ഇത് രോഗത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് തിരഞ്ഞെടുക്കാനും വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ടാകും, ഇതിന് വേദനയുണ്ടാകുമോ? അത് ന്യായമായൊരു സംശയമാണ്. നമുക്കതിനെപ്പറ്റി സംസാരിക്കാം. ഈ പ്രൊസീജിയർ ചെയ്യുന്നതിനു മുമ്പായി ആ ഭാഗം ലോക്കൽ അനസ്തേഷ്യ ഉപയോഗിച്ച് മരവിപ്പിക്കും. അതുകൊണ്ട് ചെയ്യുമ്പോൾ വലിയ വേദനയൊന്നും അറിയില്ല. പിന്നെ മരവിപ്പൊക്കെ വിട്ടുകഴിയുമ്പോൾ 1-2 ദിവസത്തേക്ക് സൂചി കുത്തിയ സ്ഥലത്ത് ഒരു ചെറിയ വേദന ചിലപ്പോൾ അനുഭവപ്പെട്ടേക്കാം. അത് വളരെ സാധാരണമാണ്. ഇനി പ്രൊസീജിയർ കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. രക്തം വരുന്നത് നിർത്താനായിട്ട് ഒരു 2-4 മണിക്കൂർ മലർന്നു കിടക്കണം. പിന്നെ ഒരു 24 മണിക്കൂറെങ്കിലും ആ ഭാഗം നനയാതെ നോക്കണം. ചെറിയ വേദനയുണ്ടെങ്കിൽ സാധാരണ പെയിൻ കില്ലർ കഴിക്കാം. പിന്നെ പനി, നീര്, അങ്ങനെ എന്തെങ്കിലും അസാധാരണമായി കണ്ടാൽ ഉടനെ ഡോക്ടറെ അറിയിക്കണം. അത്രയുള്ളൂ. ഓക്കേ, അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമേജിംഗ് ടെസ്റ്റുകളെ പറ്റിയാണ്. നമ്മുടെ ടൂൾ കിറ്റിലെ മാപ്പുകൾ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അതായത് രോഗം ശരീരത്തിൽ എവിടെയൊക്കെയാണ് ബാധിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി കാണിച്ചു തരുന്ന ടെസ്റ്റുകളാണിത്. ഈ ഇമേജിംഗ് ടെസ്റ്റുകളുടെ പ്രധാന ലക്ഷ്യം ഓസ്റ്റിയോലിറ്റിക് ലീഷനുകൾ കണ്ടുപിടിക്കുക എന്നതാണ്. അതായത് മൈലോമ കോശങ്ങൾ നമ്മുടെ എല്ലുകളിൽ ഉണ്ടാക്കുന്ന ചെറിയ ദ്വാരങ്ങൾ. ഈ ദ്വാരങ്ങൾ എവിടെയൊക്കെയുണ്ട്, അതിന്റെ വലുപ്പം എത്രയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ സ്കാനുകൾ നമ്മളെ സഹായിക്കും.
എല്ലുകളുടെ വ്യക്തമായൊരു ചിത്രം കിട്ടാൻ പലതരം സ്കാനുകളുണ്ട്. സാധാരണ എക്സ്റേ, ബോൺ സർവേ, പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള MRI, CT, പെറ്റ് സ്കാനുകളൊക്കെയുണ്ട്. ഇതിൽ ഏത് സ്കാനാണ് നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമെന്ന് ഡോക്ടർ തീരുമാനിക്കും. അപ്പോ ഇതുവരെ നമ്മൾ സംസാരിച്ച ഈ എല്ലാ ടെസ്റ്റുകളിൽ നിന്നും ഒരുപാട് വിവരങ്ങൾ കിട്ടും അല്ലേ? ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് ഡോക്ടർമാർ രോഗത്തിന്റെ ഒരു പൂർണ്ണ ചിത്രമുണ്ടാക്കുന്നത്. എന്നിട്ടാണ് മുന്നോട്ടുള്ള ചികിത്സ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ഓരോ ടെസ്റ്റ് റിസൾട്ടും ഒരു പ്രോഗ്നോസ്റ്റിക് ഇൻഡിക്കേറ്ററാണ്. അതായത് രോഗം മുന്നോട്ട് എങ്ങനെ പോവാൻ സാധ്യതയുണ്ട് എന്നതിനെക്കുറിച്ചുള്ളൊരു സൂചന. ഈ സൂചനകൾ വെച്ചിട്ടാണ് നിങ്ങളുടെ ഡോക്ടർക്ക് രോഗം എത്ര വേഗത്തിൽ മുന്നോട്ട് പോകും, ഏത് ചികിത്സയാണ് ഏറ്റവും നന്നായി ഫലിക്കുക എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുന്നത്. ഇവിടെ നോക്കൂ, ചില പ്രധാനപ്പെട്ട സൂചകങ്ങളാണിത്. ഉദാഹരണത്തിന് ബീറ്റ-2 മൈക്രോഗ്ലോബുലിൻ. ഇതിന്റെ അളവ് കൂടുതലാണെങ്കിൽ രോഗം കുറച്ചധികം വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതേപോലെ ആൽബുമിൻ കുറവാണെങ്കിലോ LDH കൂടുതലാണെങ്കിലോ അത് രോഗത്തിന്റെ കാഠിന്യം സൂചിപ്പിക്കാം. ബോൺ മാരോ ബയോപ്സിയിൽ നിന്ന് കിട്ടുന്ന ക്രോമോസോം അനാലിസിസും വളരെ പ്രധാനമാണ്. ഈ കിട്ടുന്ന വിവരങ്ങളെല്ലാം വെച്ചാണ് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ചികിത്സ ഡോക്ടർ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഈ ടെസ്റ്റുകളെല്ലാം നിങ്ങളുടെ ശരീരത്തിന്റെ ഒരു കഥയാണ് നമ്മളോട് പറയുന്നത്. രോഗനിർണയം എന്ന് പറയുന്നത് ആ കഥയിലെ ഒരു അധ്യായം മാത്രമാണ്. ഈ വിവരങ്ങളെല്ലാം കയ്യിലുള്ളതുകൊണ്ട് അടുത്ത അധ്യായം, അതായത് നിങ്ങളുടെ ചികിത്സയും മുന്നോട്ടുള്ള ജീവിതവും ഏറ്റവും നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാൻ നിങ്ങൾക്കും നിങ്ങളുടെ ഡോക്ടർമാർക്കും പറ്റും. അറിവാണ് ഏറ്റവും വലിയ ശക്തി. ഓർക്കുക, ഈ യാത്രയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല.